ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 83. കൊറാസീമിലെ സുന്ദരിയെ സുഖപ്പെടുത്തുന്നു. പത്രോസും ആൻഡ്രുവും ഈശോയും ഒരു വള്ളത്തിൽ കയറി തുഴഞ്ഞുപോയി. വഞ്ചി കുറേ ദൂരം ചെന്നപ്പോൾ 2 കുന്നുകൾക്കിടയിലുള്ള ഒരു കൈവഴിയിൽ വള്ളം അടുപ്പിച്ചു. അവർ കരക്കിറങ്ങി. അവളെവിടെ? അവളെ വിളിക്കൂ, ഈശോ പറഞ്ഞു. പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കഫർനാമിലെ റബ്ബിയുടെ ശിഷ്യനാണ് ഞാൻ. റബ്ബി ഇതാ വന്നിരിക്കുന്നു, പുറത്തേക്ക് വരൂ. യാതൊരു അനക്കവുമില്ല, അവൾ പേടിച്ചിരിക്കുകയാണ്. ആൻഡ്രു പറഞ്ഞു. ഒരു ദിവസം ആരോ അവളെ വിളിച്ചു പറഞ്ഞു, പുറത്തേക്ക് വരൂ, ഞങ്ങൾ കുറച്ച് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ പുറത്തു വന്നപ്പോൾ അവർ കല്ല് പെറുക്കിയെറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി അവളെ കാണുന്നത്. ഒരു കാലത്ത് അവൾ കൊറാസീമിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു. അന്ന് അവളെ കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? ഞങ്ങൾ അവൾക്ക് റൊട്ടിയും കുറച്ച് മീനും വഞ്ചിയുടെ പാമരത്തിൽ ഉപയോഗിക്കുന്ന ഒരു കഷ്ണം തുണിയും എറിഞ്ഞുകൊടുത്തു. അവൾ നഗ്നയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങിവിടെ ഇല്ലായിരുന്നപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ രോഗികളെയും പറ്റി ഓർത്തപ്പോൾ ഇവളെയും ഓർത്തു. അവളെ സുഖപ്പെടുത്താനാകുമോ എന്ന് ഞങ്ങൾ സ്വയം ചോദിച്ചു. കേട്ടവരെല്ലാം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. പിന്നെ നിലാവുള്ള പല രാത്രികളിൽ ഞാനിവിടെ വന്നു. ഞാൻ വിളിച്ചു പറയും, അതാ ആ പാറയുടെ പുറത്ത് കുറച്ച് അപ്പവും മീനും വച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോകും. ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. 6ാം പ്രാവശ്യം വന്നപ്പോൾ അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര ഭയങ്കര കാഴ്ച! ഞാൻ പേടിച്ചോടേണ്ടതായിരുന്നു. അങ്ങേ ഓർത്ത് ഞാൻ ഓടിയില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്നോട് ഇങ്ങനെ കാരുണ്യം കാട്ടുന്നത് എന്തുകൊണ്ടാണ്? അവൾ ചോദിച്ചു. ഞാൻ കരുണാമയനായ ഈശോയുടെ ശിഷ്യനാണ്. ഞാൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞു. ആദ്യം അവൾ ദൈവദൂഷണമാണ് പറഞ്ഞത്. അങ്ങയെക്കുറിച്ചെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അദ്ദേഹം നല്ലവനും ദൈവത്തിൻ്റെ ദൂതനുമാണെങ്കിൽ ഈ കുഷ്ഠരോഗിയോട് കാരുണ്യം കാട്ടിയേക്കും. നീ നഗരത്തിലേക്ക് മടങ്ങിപ്പോയാൽ നേരും നിറയുമായി ജീവിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുമോ? സത്യം ചെയ്യാം. എൻ്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്യുകയാണ്. പാപത്തെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വെറുക്കുന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും മടങ്ങി വരണം. എന്നോട് നിങ്ങളുടെ ഗുരുനാഥനെപ്പറ്റി പറയണം. കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് അദ്ദേഹത്തെ അറിയട്ടെ. ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് അങ്ങയെപ്പറ്റി എൻ്റെ കഴിവിനനുസരിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു, എൻ്റെ ആൻഡ്രു ആദ്യമായി മാനസാന്തരപ്പെടുത്തിയ ആൾക്ക് ആത്മരക്ഷ നൽകുവാൻ. ആൻഡ്രു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പത്രോസ് കല്ലിൽ നിന്ന് കല്ലിന്മേലേക്ക് ചാടിപ്പോയി കുഷ്ഠരോഗിയെ അന്വേഷിക്കുകയായിരുന്നു. അവസാനം വൃക്ഷശിഖരങ്ങൾക്കിടയിൽ അവളുടെ ഭീകരമായ മുഖം കണ്ടു. പത്രോസ് അവളോട് പറഞ്ഞു, അവിടെ നിൽക്കുന്ന മനുഷ്യനില്ലേ, അതാണ് ഈശോ. അവൾ ഓടിയിറങ്ങി വന്ന് ഈശോയുടെ കാൽക്കൽ വീണപേക്ഷിച്ചു. കർത്താവെ, എന്നോട് കരുണയുണ്ടാകണമേ. ഈശോ ചോദിച്ചു, എനിക്കതിന് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കരുണ കാണിച്ച ആ മനുഷ്യൻ, അയാൾ എനിക്ക് അപ്പം തന്നു, വിശ്വാസവും തന്നു. എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ 3 തരത്തിൽ അശുദ്ധയാണ്. ഒരു തരത്തിലുള്ള വിശുദ്ധിയാണ് അങ്ങ് തരുന്നതെങ്കിൽ അത് ആത്മീയ വിശുദ്ധിയായിരിക്കട്ടെ. അങ്ങയെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹം സുഖപ്പെടാനും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാനുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ്, പാപപൊറുതിയും നിത്യായുസ്സും. ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു, വേറൊന്നും നൽകുന്നില്ല, ഈശോ പറഞ്ഞു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ഗുഹയിൽ കഴിഞ്ഞുകൊള്ളാം. ഇനി എനിക്ക് മനസ്താപമില്ല, ഭയമില്ല. ഞാൻ സ്വതന്ത്രയാണ്. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം ഞാൻ അനുഭവിക്കുന്നു. നീ ആ തടാകത്തിലിറങ്ങി നിൻ്റെ ശരീരം ശുചിയാക്കൂ. ഞാൻ വിളിക്കുന്നത് വരെ വെള്ളത്തിൽ കിടന്നുള്ളൂ. അവൾ പോയി വെള്ളത്തിലിറങ്ങി. പട്ടിണി കിടന്ന് എല്ലും തോലുമായി കഴിഞ്ഞിരുന്നു. ദേഹം മുഴുവൻ വ്രണമായിരുന്നു. മുടി ജട പിടിച്ച് വികൃതമായിരുന്നു. കീറിപ്പറഞ്ഞ ഒരു തുണിക്കഷ്ണം പുതച്ചിട്ടുണ്ട്. സ്ത്രീയെ, തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറൂ. ആ മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന തുണിയെടുത്ത് പുതച്ചോളൂ. കരയ്ക്ക് കയറി തുണിയെടുക്കാൻ പോയ സ്ത്രീയെ പത്രോസ് കണ്ട് എന്തോ വിളിച്ചു പറഞ്ഞു. പത്രോസിൻ്റെ അട്ടഹാസം കേട്ട് ആൻഡ്രു തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവൾ അവളെ തന്നെ കാണുന്നത്. അവൾ പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു. അവൾ ഈശോയുടെ മുന്നിൽ സാഷ്ടാംഗം വീണ് കരയാൻ തുടങ്ങി. ഈശോ വാത്സല്യപൂർവ്വം അവളുടെ തലയിൽ തലോടി. ഇനി നല്ലവളായി ജീവിക്കുക. നിന്റെ മനസ്താപം ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന് നീ അർഹയായി. ഞങ്ങൾ പോകുന്നു. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. പത്രോസ് പലക വലിച്ച് വള്ളത്തിലിടുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ ഉയർത്തി.
അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവെ, അങ്ങയ്ക്ക് നന്ദി, അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.